ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 11. വിശ്വരൂപം. ശ്ലോകം 37, പേജ് നമ്പർ 601. കസ്മാച്ച തേന നമേരൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാദികർത്രേ ആനന്ദദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത്തത്പരം യത്. പദാനുപദം. മഹാത്മൻ, ഹേ മഹാത്മൻ, ബ്രഹ്മണഃ അപി, ബ്രഹ്മാവിനേക്കാളും, ഗരീയസേ ശ്രേഷ്ഠനായി, ആദികർത്രേ ആദികർത്താവായ, തേ അങ്ങയ്ക്കായിക്കൊണ്ട്, അങ്ങയെ, കസ്മാത്ത് എന്തു ഹേതുവായിട്ട്, ന നമേരൻ നമസ്കരിക്കുന്നില്ല, അനന്ത അവസാനമില്ലാത്തവനെ, ദേവേശ ദേവന്മാരുടെയും ദൈവമേ, ജഗന്നിവാസ ജഗന്നിവാസ, ത്വം അങ്ങ്, അക്ഷരം അനശ്വരനാകുന്നു, സത്ത് അസത്ത് കാര്യകാരണം, തത് പരം ദിവ്യം, യത് യാതൊന്നുണ്ടോ, ത്വം തത്ത് അതും അങ്ങു തന്നെ, അസി അങ്ങ് ആകുന്നു. വിവർത്തനം. ബ്രഹ്മാവിനേക്കാളും ശ്രേഷ്ഠനായ പുരുഷോത്തമ, അങ്ങാണല്ലോ ആദിമനായ സ്രഷ്ടാവ്. എങ്കിലും എന്തുകൊണ്ട് അവർ ഭക്ത്യാദരപൂർവം അങ്ങയെ പ്രണമിക്കുന്നില്ല? അതിരില്ലാത്തവനും പ്രപഞ്ചത്തിന് ആശ്രയവുമായ ദേവാധിദേവ, അക്ഷയവും കാരണങ്ങൾക്ക് കാരണവും ഭൗതിക പ്രകൃതിക്ക് ഉപരിയുമാണ് അങ്ങ്. ഭാവാർത്ഥം. ഇങ്ങനെ കീർത്തിക്കുന്നത് കൊണ്ട് എല്ലാവരാലും ആരാധ്യനാണ് കൃഷ്ണനെന്ന് അർജുനൻ സൂചിപ്പിക്കുന്നു. സർവവ്യാപിയും ആത്മാക്കളുടെ ആത്മാവുമാണദ്ദേഹം. മഹാമനസ്കതയെയും അപാരതയെയുമാണ് മഹാത്മാ എന്ന പേര് കുറിക്കുന്നത്. അനന്തൻ എന്ന വാക്ക് ഭഗവാന്റെ സ്വാധീനതയ്ക്കും ചൈതന്യത്തിനും കീഴ്പ്പെടാത്തതായി ഒന്നും തന്നെയില്ലെന്നും, ദേവേശൻ സർവദേവന്മാരുടെ അധിപതിയും നിയന്താവുമാണ് കൃഷ്ണനെന്നും സ്പഷ്ടമാക്കുന്നു. പ്രപഞ്ചാവിഷ്കാരം തന്നെ അദ്ദേഹത്തെ ആശ്രയിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണത നേടിയ സകല ജീവാത്മാക്കളും ശക്തരായ ദേവന്മാരുമെല്ലാം
ഭഗവാനെ ആദരവോടെ പ്രണമിക്കേണ്ടതു തന്നെ എന്ന് അർജുനന് വിശ്വാസമുദിച്ചു. കൃഷ്ണനേക്കാൾ ശ്രേഷ്ഠനായിട്ട് ആരുണ്ട് വേറെ? സൃഷ്ടികർത്താവായ ബ്രഹ്മാവും അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണല്ലോ. കൃഷ്ണൻ്റെ സമഗ്രരൂപ വിസ്തരണമായ ഗർഭോദകശായി വിഷ്ണുവിൻ്റെ നാഭീപത്മത്തിലുളവായതാണ് ബ്രഹ്മാവ്. അതുകൊണ്ട് ബ്രഹ്മാവും ബ്രഹ്മാവിൽ നിന്ന് ജനിച്ച ശിവനും അദ്ദേഹത്തോടൊപ്പം മറ്റെല്ലാ ദേവഗണങ്ങളും കൃഷ്ണനെ പ്രണമിക്കേണ്ടവരത്രേ. ശിവനും ബ്രഹ്മാവും മറ്റുള്ള ദേവന്മാരും കൃഷ്ണനെ ആദരിക്കുന്നുവെന്ന് ഭാഗവതം പ്രസ്താവിക്കുന്നുണ്ട്. ഈ ശ്ലോകത്തിലെ അക്ഷരമെന്ന വാക്ക് സവിശേഷ ശ്രദ്ധയർഹിക്കുന്നു. ഈ ഭൗതിക സർഗം നശിച്ചു പോകുന്നതാണെങ്കിലും ഭഗവാൻ നശ്വരതയ്ക്ക് അതീതനെന്നത്രേ അത് ധ്വനിപ്പിക്കുന്നത്. കാരണങ്ങൾക്കും കാരണമായ അദ്ദേഹത്തിന് ഈ ഭൗതിക ലോകത്തിലെ ബദ്ധരായ ജീവാത്മാക്കളെക്കാളും ആ ഭൗതികാവിർഭാവങ്ങളെക്കാൾ തന്നെയും ശ്രേഷ്ഠതയുണ്ട്. അതിനാൽ സർവോത്തമനാണ് അദ്ദേഹം. ഹരേ കൃഷ്ണ.